ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ലഗ്നത്തെക്കുറിച്ച് 12 ലഗ്നത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഓരോ ഗ്രഹങ്ങൾ ലഗ്നത്തിൻ്റെ പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഓരോ ഗ്രഹങ്ങൾ ലഗ്നഭാവങ്ങളിൽ 1 മുതൽ 12 വരെയുള്ള രാശികളിൽ 7 ഗ്രഹങ്ങൾ പൊതുവായി നിന്നു കഴിഞ്ഞാലുള്ള ആചാരൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളോടൊന്ന് പറയേണ്ടത്, ഇത് പൊതുവായ കാര്യങ്ങളാണ്. അത് പൊതുവായ രീതിയിൽ മാത്രമേ നിങ്ങൾ എടുക്കാൻ പറ്റൂ. ഒരു കാരണവശാലും നിങ്ങളുടെ ജാതകം എടുത്തിട്ട് അയ്യോ നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ ജാതകത്തിൽ ഇല്ലല്ലോ, ഇതിൽ ഇല്ലല്ലോ, എൻ്റെ കാണുന്നില്ല, നിങ്ങൾ കള്ളമാണ് പറഞ്ഞത്. ഇത് ഒരു ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിന്ന ഫലമുണ്ട്, ഓരോ ഭാവങ്ങളിൽ നിന്ന ഫലമുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ഒട്ടനവധി ദൃഷ്ടി ചെയ്താൽ ഒരു ഫലമുണ്ട്. അവനും ഒരു ഗ്രഹനില സ്കാൻ ചെയ്യാന്ന് പറയുന്നതിൽ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അങ്ങനെ ആചാര്യൻ ഓരോ ഗ്രഹങ്ങൾ ഓരോ ഭാവങ്ങളിൽ നിൽക്കുന്നത്, അതായത് ലഗ്നം ഏതോ ആയിക്കോട്ടെ, 12 രാശിയിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാവും. ആ ലഗ്നം മുതലാണ് 12 ഭാവങ്ങൾ ഉണ്ടാക്കുന്നത്. ആ 12 ഭാവങ്ങൾ മുതലാണ് ആ ലഗ്നം ലാന്ന് എഴുതിയിട്ടുണ്ടാകും. ആ ലഗ്നം മുതലാണ് നമ്മുടെ ജീവിതയാത്രകൾ, നമ്മുടെ ഇനി വരുന്ന ജീവിതയാത്രകളിലെല്ലാം ആ ലഗ്നം മുതലാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾ ആ രാശികളിൽ നിന്ന് കഴിഞ്ഞാലുള്ള, ആ ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം എന്ന് പറഞ്ഞിട്ട് 12 ഭാവങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് ചെറിയ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഒരുപാട് ഗ്രഹനില സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ വ്യക്തികളും എൻ്റെ വീഡിയോസ് കാണുന്നതനുസരിച്ചിട്ടാണ് എൻ്റെ പുതിയ നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോഴാണ് പുതിയ നെഗറ്റീവ്. ഇപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, അവിടെ ഒരുപാട് തെറ്റ് ഞാൻ പറയുന്നുണ്ട്. ഇത് ഞാൻ വലിയ രീതിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് എല്ലാവർക്കും ഒരേ രീതിയിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. കുറച്ച് മനുഷ്യനാണ്, വിക്കലൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകളിൽ ചിലപ്പോൾ സ്പീഡായിട്ട് പറയുമ്പോൾ ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടാകാം. പിന്നെ കുംഭലഗ്നത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേർക്ക് പറഞ്ഞു വളരെ 90% മോശമാണെന്ന് പറയുകയാണെങ്കിൽ, അല്ല അത് ആ ലഗ്നത്തിനെ കുറിച്ച് പറഞ്ഞതെല്ലാം തെറ്റാന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആചാര്യം പറഞ്ഞത് മൊത്തം തെറ്റായിരിക്കണം. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ, കാരണം അവരെ പടുകുഴിയിലേക്ക് താഴ്ത്തി വിടരുത്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ദുർഗ യൂട്യൂബ് ചാനൽ ഈ ഒരു 4 മാസ കാലയളവ് പുതിയതായിട്ട് തുടങ്ങിയെന്നുള്ളത്. അല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ ഈ എന്താ പറയുക, ഈ യൂട്യൂബ് കൂടെ വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും വിളിച്ച് പറയണത് എന്താ പറയുക, എന്തെങ്കിലും വായിക്ക് തോന്നിയത് അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പലരും പല രീതിയിൽ, ഞാൻ അങ്ങനെ ചെയ്യല്ല. ഞാൻ എന്തായാലും യൂട്യൂബ് വരുമാനം കൊണ്ടൊന്നും എൻ്റെ കുടുംബം കഴിയുന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് കുറച്ച് വ്യൂസ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ 3 മാസമല്ല. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ടേ എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ ജ്യോതിഷം എന്നുള്ള ജനങ്ങളാകെ അശാസ്ത്രീയമായിട്ട് ജനങ്ങളിലേക്ക് വഴിതെറ്റിച്ച് വിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് വരുന്നത്. അപ്പോൾ കാരണം വെച്ചാൽ എനിക്ക് 108 കല്ലമാലൊക്കെ ധരിച്ച് ഭസ്മക്കുറിയിട്ട് പൂണിലിട്ട് ഒരു വെള്ള കോടിയിട്ട് വയറൊക്കെ ചിരിച്ച് എനിക്ക് അതിനറിയില്ല. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ യൂട്യൂബിൽ വലിയ വരുമാനമൊന്നും എനിക്ക് ഇതുവരെ വരുമാനം കിട്ടിയിട്ടില്ല. എനിക്ക് അറിയൂല ഇനി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നൊക്കെ. അത് കിട്ടിയാൽ തന്നെ എൻ്റെ മാസത്തിലെ ഒരു എന്താ പറയുക, ഒരു 100-ൽ 5% പോലും എനിക്ക് അതിൻ്റെ വിനിയോഗം കിട്ടത്തില്ല എന്നുള്ളതാണ്. കാരണം അതേപോലുള്ള ബാധ്യതയും കാര്യങ്ങളും എനിക്കുണ്ട്. അപ്പോൾ നമ്മൾക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഇതുവരെ ദുർഗ യൂട്യൂബ് എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ വീഡിയോസ് ഒരു കുറഞ്ഞ പേര്, എനിക്ക് തോന്നുന്നു ഏറ്റവും കുറച്ച് പേര് മാത്രമേ കണ്ടിന്യൂഡ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ യൂട്യൂബ് നിങ്ങളുടെ പ്രേക്ഷകരുടെ കമൻറ്റും നല്ല അവർക്ക് ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് രാശിചക്രത്തിൽ രവി 12 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ആചാര്യം പറഞ്ഞത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു രാശി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇതാണ് 12 രാശികൾ. അപ്പോൾ ലഗ്നം ഞാൻ ഉദാഹരണം ഒരു ലഗ്നം എഴുതിയിട്ടുണ്ട്. ഇവിടെ മേടം മുതലാണ് നമ്മൾ 12 രാശി, അതായത് നമ്മൾ ഇത് ഒന്നായിട്ട് കണക്കൂ, മേടം രാശി, 2-ാം രാശിയും ഇടവം 3 അങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾ ലഗ്നം ഏത് രാശിയിലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ
പലവർക്ക് 12 രാശി ലഗ്നം നിങ്ങളുടെ ഗ്രഹനില പ്രകാരം 12 രാശിയിൽ എവിടെയാണോ ഈ ലാ എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരം അവിടെ മുതലാണ് നമ്മുടെ ജീവിത യാത്രാനുഭവങ്ങളെല്ലാം തുടങ്ങുന്നത്. അപ്പൊ രാശിയിൽ നിന്ന് കഴിഞ്ഞ ഒരു ഫലമുണ്ട്, ഭാവാൽ ലഗ്ന ഭാവത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു ഫലമുണ്ട്. അപ്പം അതായത് കർക്കിടക രാശിയിൽ ഒരു ഫലമുണ്ട്, ആ ലഗ്നത്തിൽ നിന്ന ഒരു ഫലമുണ്ട്. അങ്ങനെയാണ് രാശിയിൽ. അപ്പം ഇവിടെ മുതൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 12 ലഗ്നഭാവങ്ങൾ. ഈ 12 ലഗ്നഭാവങ്ങളിൽ രവി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലമാണ് ആചാരം പറഞ്ഞ് എന്താണെന്ന് നോക്കാം നമുക്ക്. നിങ്ങൾ അതേപടി നിങ്ങളുടെ ഗ്രഹനില നോക്കിയത് അതേപടി എടുക്കരുത് എന്നുള്ളതും കൂടി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലഗ്നത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ, ആദ്യത്തെ പറയുന്നു, ലഗ്നത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ തലമുടി കുറഞ്ഞവൻ ആയിരിക്കാം സാധ്യത ആണ് പറയുന്നത്. അതേപോലെ തന്നെ ലഗ്നത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ അലസത സ്വഭാവം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ രവിയുടെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണമാണ് കേട്ടോ പറയുന്നത്. ഇതിൽ ഒരുപാട് കാരണം നിങ്ങളുടെ ജാതകത്തിലൊക്കെ ചിലപ്പം ലഗ്നം വന്നിരിക്കുന്നത് തുലാമായിരിക്കും, കുംഭമായിരിക്കും, മേടമായിരിക്കും, അങ്ങനെ പല 12 രാശിയിൽ എവിടെയെങ്കിലുമൊക്കെ ലഗ്നം ഉണ്ടാകും. അപ്പോൾ അവിടെ ആ ലഗ്നത്തിന്റെ രാശികളിൽ എവിടെയെങ്കിലും രവിയും ഉണ്ടാകും. ആ രവി ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ലഗ്നത്തിൽ രവി നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ 10ാം ഭാവത്തിൽ രവി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ തുലാം രാശിയിൽ രവി നിൽക്കുന്നുണ്ടാകാം. അങ്ങനെ പല രാശികളിൽ ഇതുണ്ടാവും. ഓരോ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അതേപോലെ തന്നെ ലഗ്ന ഭാവങ്ങളിൽ നിൽക്കുന്ന ഓരോ ഇതുണ്ടാവും. ലഗ്നം നമ്മുടെ മകരമാണ്, കുംഭത്തിൽ രവി നിൽക്കാം, അതുപോലെ തന്നെ മേടത്തിൽ 11ാം ഭാവത്തിൽ രവി നിൽക്കാം, 12 നിൽക്കാം. അങ്ങനെ വ്യത്യസ്ത ആൾക്കാരുടെ വ്യത്യസ്ത രീതിയിലായിരിക്കും ഈ രവി ലഗ്നഭാവങ്ങളിൽ നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ അലസൻ, മുടി കുറഞ്ഞവൻ. അതുപോലെ തന്നെ രവിയുടെ ഒരു സ്വഭാവം പറഞ്ഞത് നമ്മുടെ ഗ്രഹങ്ങളിൽ നമ്മുടെ ഒരു രാജകുടുംബമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരു രാജകുടുംബമായിട്ട് സങ്കല്പിക്കുക, രാജാവാണ്. അപ്പൊ അതിന്റെ ഒരു വീറും വാശിയും എല്ലാം ഉണ്ടാകും. കാരണം ഒരു ഗൗരവമായിട്ട് ദോഷം, പെട്ടെന്ന് കോപശീലനാണ്. അതായത് വെട്ടൊന്ന് തുണ്ടം 2 എന്നുള്ള സ്വഭാവ രീതി ആയിരിക്കും ഈ രവി ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത്. അതേപോലെ തന്നെ രൂക്ഷമായ നോട്ടമായിരിക്കും. അതൊരു ലാളന, ഒരു എന്താ പറയുക, അത് സ്വന്തം ഭാര്യയായാലും അമ്മയായാൽ പോലും അവരോട് അങ്ങനെ പ്രതികരിക്കുള്ളൂ. രൂക്ഷമായ ഒരോട്ടും ഷാർപ്പനസ് ആണ്. അത് എന്ത് കാര്യത്തിനും ഒരു നമ്മൾ പറയില്ല, ഒരു അടുക്കളയിൽ ഈ ചിങ്ങൽ ലഗ്നത്തിൽ രവി നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾ പൊതുവായിട്ട് പറയണം കേട്ടോ. അത് അടുക്കളയിൽ ഒരു ചെറിയ ഗ്ലാസ് താഴെ വീണെങ്കിൽ അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ അതിന് മറുപടി കൊടുക്കും, അല്ലെങ്കിൽ ആ ദേഷ്യപ്പെട്ട് സംസാരിക്കും. അതിന് എന്തിനു ഷാർപ്പ്നെസ് ഉള്ള ഒരാളായിരിക്കാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കോപശീലം, അങ്ങനെ രൂക്ഷമായ നോട്ടം, ഗൗരവത്തോടുള്ള നോട്ടം, ഗൗരവമായിട്ടുള്ള സംസാരങ്ങളായിരിക്കും ഈ രവി ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ രാജാവാണ്, അഭിമാനിയായിരിക്കും. അല്ലാണ്ട് ആരും മുമ്പിൽ തലകുനിച്ച് നിൽക്കത്തില്ല, നെഞ്ചും വിരിച്ച് പ്രൗഢിയായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ആയിരിക്കാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മെലിഞ്ഞ രവി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മെലിഞ്ഞ ശരീരം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇത് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ശനി ലഗ്നത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പറയും. ലഗ്നം ഇപ്പോൾ ഇവിടെ ലഗ്നം വരിക, കുംഭത്തു നിന്ന് ശനിയുടെ ദൃഷ്ടി വരും. അതേപോലെ തന്നെ ശനി നമ്മുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്ന രാശിയിൽ 3ലേക്ക് ദൃഷ്ടി വരും. അപ്പൊ ലഗ്നത്തിലേക്കൊക്കെ ദൃഷ്ടി ശനിയുടെ വരുമ്പോഴൊക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും പൊതുവായിട്ട് രവി ലഗ്നത്തിൽ നിന്നാൽ മെലിഞ്ഞ ശരീരം ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത്. അതേപോലെ തന്നെ ക്ഷമാശീലം വളരെ കുറവായിരിക്കും. അതായത് ഷാർപ്പ്നെസ്, എടുത്ത് ചാടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്ഷമാശീലം കുറച്ച് കുറയും. അതായത് ലഗ്നത്തിലൊക്കെ രവിയും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ക്ഷമാശീലമൊക്കെ കുറയും. ഈ ഇതും രവി നിന്ന് കഴിഞ്ഞാലും കുജൻ നിന്ന് കഴിഞ്ഞാലും ഇത് ഏകദേശമൊക്കെ പൊതുവായ ഫലങ്ങളാണ്. കുജൻ 2ൽ നിന്ന് കഴിഞ്ഞാലും അത് പറയുന്നുണ്ട്. അപ്പം ക്ഷമ, ദയ, അതേപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു സൗമ്യത, അതൊന്നും ഉണ്ടാവത്തില്ല ലഗ്നത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ. അതായത് തലമുടി കുറഞ്ഞവൻ, അലസൻ, ദേഷ്യമുള്ളവൻ, രൂക്ഷമായ നോട്ടം, അഭിമാനി, മെലിഞ്ഞ ശരീരമുള്ളവൻ, ക്ഷമയില്ലാത്തവൻ, അതേപോലെ ദയയില്ലാത്തവൻ എന്നാണ് പറയണത്. അപ്പം ഈ 12 രാശികളിൽ എവിടെയെങ്കിലും രവി ഉണ്ടാകും. 12 ലഗ്നത്തിലല്ല, ഏതെങ്കിലും ഭാവത്തിലുണ്ടാവും. അത് അപ്പോൾ ഇവിടെ 1ാം ഭാവം, അതായത് ലഗ്നമാണ് 1ാം ഭാവം. ആ 1ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ പറയുന്നത്. ഇനി കർക്കിടക ലഗ്നത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഈ കണ്ണിന്
കുരുക്കൾ ഉണ്ടായിരിക്കുന്നത്, അതായത് ഈ ലഗ്നത്തിൽ രവി നിൽക്കുക, കർക്കിടക ലഗ്നം രവി ആ രാശി തന്നെ നിൽക്കുമ്പോൾ കണ്ണിന് കുരു ഉള്ള ആളായിരിക്കാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മേടത്തിലാണെങ്കിലോ ലഗ്നം വന്ന് ഇവിടെ രവി നിൽക്കുകയാണെങ്കിൽ പറയണത് എന്താ പറയാ, തിമിരം ഉണ്ടാവാൻ സാധ്യത ഉള്ള ആളായിരിക്കാം എന്നാ പറയുന്നത്. അതേപോലെ തന്നെ തുലാം ലഗ്നമാണെങ്കിൽ ഇവിടെ രവി നിൽക്കുകയാണെങ്കിൽ ദാരിദ്ര്യപീഡ അനുഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയണത്. പക്ഷെ ഇത് പൊതുവായിട്ട് രീതിയിലാണ് പറയണത്. അതേപോലെ ചിങ്ങം ലഗ്നത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ പറയണത് രാക്കണ്ണ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം അതായത് കർക്കിടകത്തിൽ നിന്ന് കഴിഞ്ഞാൽ കണ്ണിന് കുരു ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. കണ്ണിന് കുരുകളോട് കൂടിയ കണ്ണ്, അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ മേടത്തിൽ നിന്ന് കഴിഞ്ഞാൽ തിമിരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ തുലാത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദാരിദ്ര്യപീഡ അനുഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ആചാരം പറയുന്നത്. അതേപോലത്തെ ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ രാക്കണ്ണ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ഇത് കർക്കിടക, ചിങ്ങ, തുലാം, അതായത് മേടം 1 മുതൽ എണ്ണുകയാണെങ്കിൽ 1, 2, 3, 4 മേടത്തെ 5ാമത്തെ രാശി ലഗ്നം അവിടെ ലഗ്നം വരിക, അല്ലെങ്കിൽ 7ാമത്തെ രാശി ലഗ്നം വരിക, അല്ലെങ്കിൽ 4ാമത്തെ രാശി ലഗ്നം വരിക. ആ രവി നിൽക്കുമ്പോൾ ഈ ഒരു അനുഭവം പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മേടം ലഗ്നം ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയാണ് 1ാം ഭാവം. ആ ലഗ്നഭാവമാണ് 1ാം ഭാവം. ഇനി 2ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ ഈ 2ാം ഭാവത്തിൽ ഇതാണ് 2ാം ഭാവം. ഇവിടെ രവി നിന്ന് കഴിഞ്ഞാൽ പറയുന്നത്, അതായത് ഞാൻ ഉദാഹരണ ചാർട്ടാണ് പറയുന്നത്, നിങ്ങൾ അത് മനസ്സിലാക്കുക. നേരത്തെ ചിങ്ങത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് 1ാം ഭാവം 2ാം ഭാവം. ഈ ജാതകത്തിൽ 12 രാശിയിൽ എവിടെയെങ്കിലൊക്കെ ലഗ്നം ഉണ്ടാകും. ആ ലഗ്നം മുതൽ എവിടെയാണോ ലഗ്നം വരുന്നത് അത് മുതൽ 1ാം ഭാവം കണക്ക് കൂട്ടുക. ആ ലഗ്നം 1, അതിന് 2, അങ്ങനെയാണ് 12 ഭാവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ 2ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ പറയണത് വിദ്യ, വിനയം, ധനം എന്നിവ കുറവ് ഉള്ളവനായിരിക്കാം. ഈ രവി 2ൽ നിന്ന് കഴിഞ്ഞാൽ വിദ്യ കുറവ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ 12ാം ഭാവം, ഇവിടെ നോക്കുമ്പോൾ ഇത് ഉദാഹരണ ചാർട്ടാണ്, ഇത് ഞാൻ നോക്കുന്നില്ല. ഇവിടെ 2ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ വിദ്യ, വിനയം, ധനം എന്നിവ കുറവ് ഉള്ള ആളായിരിക്കാം. ഇത് പൊതുവായ രീതിയിലെ ഫലങ്ങളാണ്. ഇവിടെ 12 ഭാവങ്ങളില് 12 രാശികളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഇത് ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ 3ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ രവി 3ാം ഭാവത്തിൽ, അതായത് ഇവിടെ 3ാം ഭാവമാണ്. ഇവിടെ രവി നിന്ന് കഴിഞ്ഞാൽ പറയണത് ശക്തി, ശൗര്യം, ഐശ്വര്യം. അതായത് 3 എന്ന് പറയുന്നത് രവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാശിയാണ്, ഉപജയ രാശിയാണ് 3ാം ഭാവം എന്ന് പറയുന്നത്. അവിടെ ശക്തി ഉണ്ടാകുന്നത്, ശക്തി, അതേപോലെ തന്നെ ശൗര്യം, ഐശ്വര്യം, ദാനശീലൻ, ശത്രുക്കളെ ജയിക്കുന്നവൻ. അതായത് ഈ രവി എന്ന് പറയുന്നത് ഉപജയ രാശിയാണ് 3ാം ഭാവം. 3, 6, 9, 11 ഭാവങ്ങളിലൊക്കെ 10 ഭാവങ്ങളിലൊക്കെ രവി നിന്ന് കഴിഞ്ഞാൽ പവർഫുള്ളാണ്. കാരണം സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ശക്തിയുള്ള ഒരാളായിരിക്കാം. അതേപോലെ ശൗര്യവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ദാനശീലം, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്ന ഒരാളായിരിക്കാം. അതേപോലെ ശത്രുക്കളെ ജയിക്കുന്നവൻ, ശത്രുക്കൾ ഇയാൾക്ക് ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. ഈ രവി 3ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങൾ പറയുന്നത്. അടുത്തത് 4ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാലുണ്ട്. അതായത് 4ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ 4ാം ഭാവത്തിൽ ലഗ്നം ഇവിടെ കർക്കിടക ലഗ്നമാവുക, അവിടെ 1, 2, 3, 4 അങ്ങനെ 4ാം ഭാവത്തിൽ രവി നിൽക്കുകയാണെങ്കിൽ പറയണത് സുഖവും, അതായത് അങ്ങനെ പറയുമ്പോൾ 4ാം ഭാവത്തിൽ രവി നിൽക്കുമ്പോൾ സുഖം, ബന്ധുക്കൾ, ഭൂമി, വീട് ഇല്ലാത്തവനായിരിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുടില് പോലും ഇല്ലാത്ത ആൾക്കാരില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പൊതുവായ കാര്യങ്ങളാണ്. നിങ്ങൾ അതേപടി എടുത്തിട്ട് നിങ്ങൾ എൻ്റെ കമന്റിൽ വന്നിട്ട് മോശമായി മറുപടി തരണ്ട. ഇത് പൊതുവായ കാര്യങ്ങളാണ്. ഒട്ടനവധി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇവിടെ 4ാം ഭാവാധിപനെ നോക്കണം. ഒരു കാര്യം തീരുമാനിക്കുന്നത് എങ്ങനെയാ? 4ാം ഭാവം കൊണ്ടാണ്. വീട്, വാഹനം, അതുപോലെ തന്നെ ഗ്രഹം, മാതാവിന് ചിന്തിക്കണം 4 കൊണ്ടാണ്. ആ 4ാം ഭാവാധിപൻ എവിടെയാ നോക്കണം? 4-ന് ഒരു കാരകനുണ്ട്. ആ വാഹനത്തിന്റെ കാരകനുണ്ട്, ബിസിനസിന്റെ കാരകനുണ്ട്. അതേപോലെ തന്നെ 4 കൊണ്ട്
മാതാവിന്റെ കാരകനുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു കാര്യത്തിലുണ്ട്. ഇത് ഓരോ ഭാവങ്ങളിൽ രവി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയണോ. അല്ലാണ്ട് നിങ്ങൾ എൻ്റെ കമന്റിന്റെ അടിയിൽ വന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സുഖം, ബന്ധുക്കൾ, ഭൂമി, ഗൃഹം ഇല്ലാത്തവൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് ഭൂമിയോ കാര്യങ്ങളോ ഇല്ലാത്ത ആളായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സെന്റ് പോലും ഇല്ലാത്ത ആൾക്കാർ എന്നാലും ഉണ്ട്, എന്നാലും റെയർ ആണ്. ഒരു സാധാരണ അത്രയും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളവർക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരേ ഡിഗ്രി മിനിറ്റ് രാജകൊട്ടാരത്തിൽ ജനിച്ച ആൾക്കും ജയിലിൽ ജനിച്ച ആൾക്കാർക്കും രണ്ട് ജീവിതയാത്രാ അനുഭവങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ രാജസേവൻ അതായത് സർക്കാരിന്റെ സേവകനായിരിക്കാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? സുഖം, ബന്ധുക്കൾ, ഭൂമി, ഗൃഹം ഇല്ലാത്തവനാണെങ്കിലും രാജാവ്, സർക്കാരിന്റെ സേവ ചെയ്യുന്നവൻ, അങ്ങനെയാണ് പറയണത്. അതേപോലെ പിതാവിന്റെ വഴിക്ക് കിട്ടിയ സ്വത്തുക്കൾ, ധനം, അതായത് നമുക്ക് നമ്മൾ പിതാവ് സംബന്ധമായിട്ട് നമുക്ക് ചിലപ്പോൾ അവരുടെ കുടുംബപരമായിട്ടൊക്കെ പിതാവിന്റെ സ്വത്ത് കിട്ടാം, അങ്ങനെ ധനം കിട്ടാം. പക്ഷേ പിതാവിന്റെ വഴിക്ക് കിട്ടിയ ഇതെല്ലാം ഇയാൾ എന്താ പറയാ വിൽക്കാൻ സാധ്യതയുള്ള ആളായിരിക്കാം. കാരണം അങ്ങനെ ഒരു ആളുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ വന്നിരുന്നു. അങ്ങനെ കസ്റ്റമർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ജാതി നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആളിപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞു. ആള് സകലമാന രീതിയിലും ഈ അയാളുടെ സ്വന്തമായിട്ട് വീട് വിറ്റ് ഇപ്പോൾ അത് പറ്റി നല്ലൊരു വീടായിരുന്നു, അവനായിട്ട് വിറ്റതാണ്, അച്ഛൻ്റെ സ്വത്തായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അതേ അനുഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അനുഭവമാണ് 4ലാണ് രവി നിൽക്കുന്നത്. അച്ഛന് കിട്ടിയ സമ്പാദ്യം മൊത്തം വിറ്റിട്ട് ഇപ്പോൾ ആ തറവാട്ടിന് 2 സെന്റ് സ്ഥലം കൊടുത്തു, എത്ര 20 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, ഒക്കെ വിറ്റ് മുടിച്ച് ഇപ്പോൾ തറവാട്ട് സെന്റ് ഒരു ഷെഡ് പോലെ വെച്ച് താമസിക്കുന്ന ഒരു അവസ്ഥയാണ് അവർ നിൽക്കുന്നത്. അവിടെ അയാളുടെ ലഗ്നം രവിയായിരുന്നു, പക്ഷെ പൊതുവായിട്ടാണ് പറയണത്. അപ്പോൾ ഒന്നും കൂടി പറയാം. സുഖം, ലഗ്നത്തിന്റെ 4 രവി നിന്ന് കഴിഞ്ഞാൽ സുഖം, ബന്ധുക്കൾ, ഭൂമി, ഗൃഹം ഇല്ലാത്തവനും രാജസേവനം, അതായത് സർക്കാരിന്റെ ജോലി ചെയ്യുന്നവനുമായിരിക്കാം. പിതാവിന്റെ വഴിക്ക് കിട്ടിയ സ്വത്തുക്കളോ ധനമോ വിൽക്കാൻ സാധ്യത കൂടുതൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത രവി 5ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത്, രവി 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പറയുന്നത് സുഖം, ആയുസ്, പുത്രന്മാർ എന്താ പറയാ സുഖം കുറവ് ഉണ്ടായിരിക്കാം. കാരണം 5 എന്ന് പറയുന്നത് സന്താനഭാവമാണ്, ബുദ്ധിയുടെ കാരകനാണ്. മനസ്വസ്ഥത കുറവ് ഉണ്ടാകാം എന്നാണ്. പക്ഷെ അത് ശനിയും ചന്ദ്രനൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് 5ാം ഭാവത്തിൽ നോക്കുമ്പോൾ. ഇവിടെ രവി നിന്നാൽ പൊതുവായി മാത്രമേ ഉള്ളൂ. അവിടെ 5ാം ഭാവാധീൻ കാരകൻ, 5ലേക്ക് ശനിയുടെ ദൃഷ്ടിയോ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ഒരു മാനസിക പ്രശ്നമുള്ള ഒരു കൊച്ചിന്റെ ഗ്രഹനില ഇട്ടുന്നു. എന്തുകൊണ്ടാണ് ഗ്രഹനില സൂചന തരുന്നത്? അപ്പം സുഖം കുറഞ്ഞിരിക്കുന്നതും ആയുസ്സിന്റെ കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആയുസ്സൊന്നും മാർക്ക് നിരൂപിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് വിട്ടു. അതേപോലെ തന്നെ പുത്രന്മാർ കുറവായിരിക്കും. പുത്രികൾ കൂടുതൽ ഉണ്ടാകും. പുത്രന്മാർക്ക് ഉണ്ടാവുകയല്ല എന്നാണ് പറഞ്ഞത്, പുത്രന്മാർ കുറവായിരിക്കും, പുത്രിമാർ ഉണ്ടാകുകയും ചെയ്യുന്ന പറഞ്ഞത്. അതായത് സ്ത്രീകൾ ഉണ്ടാവുകയും പുരുഷന്മാർക്ക് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ശനിബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം വേറെ പുത്രന്മാർ ഉണ്ടാവാത്ത സാധ്യതകൾ ഉണ്ടാവാം, ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വന്നേക്കാം. അതേപോലെ തന്നെ എല്ലാത്തിനും ബുദ്ധി കഴിവ് ഉള്ളതാണ്. കാരണം 5ാം ഭാവം ബുദ്ധിയെ ചിന്തിക്കുന്നുണ്ട്, അതിന്റെ കാരകൻ ബുധനാണ്. അപ്പോൾ അത് നല്ല ബുദ്ധി ഉണ്ടാകും. രവി നിന്നാലും 5ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാട്ടിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വം, അതായത് മലയോരം, ഫോറസ്റ്റ് സംബന്ധമായിട്ടൊക്കെ കാടുകളിൽ പ്രിയനായിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് 5ാം ഭാവത്തിലും 4ാം ഭാവത്തിലും രവി നിന്ന് കഴിഞ്ഞാൽ. 6ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ രവി 6ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 3 നിന്ന് കഴിഞ്ഞാലും 3 ഉപജയരാശി, 6 ഉപജയരാശി, ആ 3ഉം 6ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാലും കുജൻ നിന്ന് കഴിഞ്ഞാലും ഒരേ ഫലങ്ങളാണ് പറയണത്. കാരണം കീർത്തിമാൻ, ഗുണസമ്പത്ത്, ജീവിത വിജയം, രാജാവും ആയിരിക്കാം. രാജാവ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രാജാവ് നിങ്ങൾ നോക്കണ്ട, ഈ സർക്കാരിന്റെ മേഖല, സർക്കാരുപരമായിട്ടുള്ള ഒരു അതേ മേഖലയിൽ എന്താ പറയുക നിൽക്കുന്ന ഒരാളായിരിക്കാം. അത് ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ, ഭയഭക്തിയോട് കൂടിയിട്ട് നമ്മൾ കാണുന്ന ഒരാളായിരിക്കാം എന്നാണ് പറയുന്നത്. അതായത് 6ൽ നിന്ന് കഴിഞ്ഞാൽ കീർത്തിമാൻ, ഗുണസമ്പത്ത്, ജീവിത വിജയം, രാജാവ് ആയിരിക്കാം സാധ്യത എന്നാണ് പറയുന്നത് 6ൽ നിന്ന് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ 7ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് രാജവിരോധവും മോശം ശരീരം ആയിരിക്കാം. അതേപോലെ തന്നെ ഭാര്യയില്ലാത്തവനും
അപമാനനുമാണെന്ന് പറയുന്നത്. അതായത് 7ാം ഭാവം എന്ന് പറയുന്നത് ഒരു ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളത് 7 കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പം അത് പറയണമെന്ന് വെച്ചാൽ ഭാര്യയില്ലാത്ത, അതായത് ഭാര്യയാൽ, അതായത് രവി 7 നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളാൽ ഉപേക്ഷിക്കപ്പെടും. അതേപോലെ തന്നെ അപമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ആയിരിക്കാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അതായത് രാജ്യവിരോധം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രശ്നം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മോശം ശരീരം ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത് 7ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ. അടുത്തത് 8ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ. 8ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ ആയുസ് 8 എന്ന് പറയുന്നത് മരണം, ദുഃഖം, വേർപാട് 8 കൊണ്ടാണ് ചിന്തിക്കുന്നത്. ആയുസ് സുഹൃത്തുക്കൾ ഇല്ലാത്തവനും ദൃഷ്ടി വൈകല്യം ഉള്ളവനും എന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ രവി 8 നിന്ന് കഴിഞ്ഞാൽ 8ൽ രവി വൈദ്യകാരകത്വം കൂടി കൊടുക്കുന്നുണ്ട്. 8 കൊണ്ടാണ് മരണം, ദുഃഖം, വേർപാട്. 8 കൊണ്ടാണ് 8, 6, 12 ആണ് ദുസ്ഥാനങ്ങളാണ്. അവിടെ രവി 8ൽ നിന്ന് കഴിഞ്ഞാൽ ഒരു വൈദ്യ കാരകത്വം കൂടിയും ഉണ്ട് അവിടെ. പക്ഷെ അവിടെ മോശം അനുഭവമാണ്. എന്നിരുന്നാലും അവിടെ മറ്റ് ഗ്രഹങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വേണം എന്നാണ് പറയണത്. അപ്പോൾ ആയുസ് സുഹൃത്തുക്കൾ ഉണ്ടാവത്തില്ല എന്ന് പൊതുവെ കുറവായിരിക്കാം. മറ്റുള്ളവരുടെ ദൃഷ്ടി വൈകല്യം നമുക്ക് ഏൽക്കാം. നമ്മൾ പറയില്ല ദൃഷ്ടിദോഷം നമുക്ക് ഉണ്ടാകുന്നത്, അത് ഏൽക്കാം എന്നാണ് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 7ഉം 8ഉം 6ൽ നിന്ന് ഉപജയരാശി നിന്ന് ഞാൻ ഗുണം പറഞ്ഞു, 7ലും 8ലും കുറച്ച് മോശം പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ഓരോ ഭാവങ്ങളിൽ രവി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങൾ പറയുന്നത്. 9ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ 9ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ ആചാര്യം പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും പൂജിക്കുന്നവൻ, അതായത് ദേവന്മാർ, അതായത് നമ്മുടെ ഉപാസന മൂർത്തികള്, മറ്റേ ബ്രാഹ്മണന്മാരെ ബഹുമാനിക്കുക, അവരെ പൂജിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുക, ബഹുമാനത്തോടു കൂടി കാണുന്നത്. അതുപോലെ ദേവന്മാരെയൊക്കെ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ 9 എന്ന് പറയുന്നത് ഒരു 3, 6, 9 എന്ന് പറയുന്നത് ഉപജയരാശിയാണ്. അവിടെ രവി നിന്ന് കഴിഞ്ഞാൽ ദോഷമല്ല പറയുന്നത്. കാരണം 9ന്റെ കാരകനും കൂടിയാണ് രവി, പൃഥുകാരകനാന്ന് പറയണത്. അപ്പോൾ ആ പൃഥുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കുറച്ച് ഉണ്ടാകാം. ബ്രാഹ്മണന്മാരെയും ദേവന്മാരെയൊക്കെ പൂജിക്കുന്ന ഒരാളായിരിക്കാം. അതേപോലെ തന്നെ പുത്രന്മാരും ബന്ധുക്കളൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയ ഉള്ള ആ വ്യക്തിത്വം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ദേവന്മാർ, ബ്രാഹ്മണന്മാരെയും ദേവന്മാരെയും പുത്രന്മാരെയും ബന്ധുക്കളോട് കൂടിയവനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കും എന്നാണ് ഇയാൾ പറയുന്നത്. അതേപോലെ തന്നെ 10ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ ഈ 10 എന്ന് പറയുന്നത് രവിക്ക് 10 ദിക്ബലമുള്ള രാശിയാണ്. 10ൽ അത്യന്തം പവർഫുൾ ഉള്ള രാശിയാണ് ഈ 10 എന്ന് പറയുന്നത്. കർമ്മ മേഖലയിലൊക്കെ രവിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുഷ്ടിമ ഉണ്ടായിരിക്കും. സർക്കാരിന്റെ ജോലിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 10ാം ഭാവത്തിൽ രവി ദിക്ബലത്തോടു കൂടി, രവിക്ക് 10 ദിക്ബലമുണ്ട്. അതായത് 10 എന്ന് പറഞ്ഞാൽ പുത്രന്മാർ, വാഹനമുള്ളവൻ, നല്ല വാക്കുള്ളവൻ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതായത് വിനയത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ രാജാവിന്റെ സ്വഭാവം അവിടെ കാണിക്കും എന്ന്. പക്ഷെ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് രവി 10ൽ നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കും എന്നാണ് പറയണത്. അതേപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ കീർത്തി, രാജാവ് എന്ന് പറയുമ്പോൾ ഉന്നതി, സർക്കാരിന്റെ ഒരു മേഖലയിൽ തന്നെ ഒരു ഉന്നതി തട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അതായത് 10ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പുത്രന്മാർ, വാഹനമുള്ളവൻ, എല്ലാവർക്കും മറ്റുള്ളവർക്ക് നല്ല വാക്ക് സംസാരിക്കുന്നവൻ, അതുപോലെ ഐശ്വര്യമുള്ളവൻ, കീർത്തി, രാജാവായി ഭവിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 11ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് വളരെ ധനം, ദീർഘായുസ്, ദുഃഖം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അല്ല, ദുഃഖം ഇല്ലാത്തവനും. ഒന്നുകൂടി പറഞ്ഞുതരാം. 11ാം ഭാവത്തിൽ 11ൽ രവി നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സർവദോഷ പരിഹാരി എന്നാണ് രവി 11 നിന്ന് കഴിഞ്ഞാൽ. കാരണം വളരെ ധനം ഉണ്ടാകും, ദീർഘായുസ് ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ദുഃഖം ഇല്ലാത്തവൻ, അതേപോലെ തന്നെ രാജാവായി ഭവിക്കും. അതായത് 3, 6, 9, 10,
11 ഭാവങ്ങൾ 3, 6, 9, 10, 11 ഭാവങ്ങളിൽ സർക്കാരിനാൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഉന്നതി മേഖലയിലേക്ക് ബഹുമാനത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ 12 നിന്ന് കഴിഞ്ഞാൽ പറയണത്, അതായത് രവി 12 നിന്ന് കഴിഞ്ഞാൽ പറയണത് പിതാവിനോട് വിരോധിയായിരിക്കാം. ഇവർ തമ്മിൽ പിതാവുമായിട്ട് വലിയ അടുപ്പം ഉണ്ടാവില്ല. കാരണം 9ന്റെ കാരകനാണ് ഈ രവി. 9ന്റെ രവി 12 പോകുമ്പോൾ പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വിരോധിയായിരിക്കാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നേത്ര വൈകല്യങ്ങൾ ഉണ്ടാകാം, കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം. കണ്ണട വെക്കുന്ന ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ കുറച്ച് കാഴ്ചക്കുറവുള്ള, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ണിന് വൈകല്യമുള്ള വ്യക്തിത്വം ആ വ്യക്തി ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്, എന്റെ 12ലെ രവി അങ്ങനെയല്ല പറയുന്നത്. ചിലപ്പോൾ കാഴ്ചക്കുറവുണ്ടാകും, കാഴ്ച പൂർണ്ണമായിട്ട് മങ്ങാം, തിമിരം വരാം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ടല്ലോ. ഒരു കണ്ണിന് സംബന്ധമായിട്ട് പല രോഗങ്ങൾ വരാലോ. അങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ ധനം കുറവ് ഉണ്ടാകാം. അതേപോലെ തന്നെ ഇവിടെ ധനക്കുറവ് ഉണ്ടാകാം. അതായത് പുത്രന്മാർ ഇല്ലാത്തവനായിരിക്കും എന്നാണ്. അതായത് പുത്രന്മാർ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ കൂടുതൽ ഉണ്ടാകാം, പുത്രന്മാർ കുറവായിരിക്കും പറഞ്ഞത്. അപ്പോൾ 12ാം ഭാവത്തിൽ രവി നിൽക്കുമ്പോൾ പിതാവിന് വിരോധി, നേത്രവൈകല്യം, അതേപോലെ തന്നെ ധനം പുത്രന്മാർ കുറവ് ഉള്ള, ധനം ഉണ്ടാവാൻ സാധ്യത കുറവാന്ന് പറഞ്ഞത്. കാരണം 12 രവി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ധനത്തിന്റെ കാരകനുണ്ട്, വ്യാഴമുണ്ട്. അവിടുത്തെ ആ വ്യാഴത്തിന്റെ ദൃഷ്ടി, യോഗം, ഇതൊക്കെ ഇതിലേക്ക് നോക്കണം. നല്ല പൊസിഷനിലേക്ക് ആണെങ്കിൽ കർമ്മഭാവത്തിലൊക്കെ വ്യാഴം നിൽക്കുക, 10ൽ നിൽക്കുക, അല്ലെങ്കിൽ 2ൽ നിൽക്കുക. അപ്പൊ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ എഴുതിയതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് എന്റെ എഴുത്താണ്. ഞാൻ സ്പീഡാക്കി പരമാവധി സ്പീഡാക്കി എഴുതുകയാണ്. കാരണം വീഡിയോസ് ഒരുപാട് നീണ്ടു പോകേണ്ട വെച്ചിട്ടാണ് ഇത് സ്പീഡായിട്ട് എഴുതുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ലഗ്നം 12, ഇപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കർക്കിടക ലഗ്നം മുതലാണ് ഞാൻ വെറുതെ ഒരു ഉദാഹരണം ഇട്ടത്. അപ്പോൾ കർക്കിടക ലഗ്നത്തിലെ ആണെങ്കിൽ 1, 2 അങ്ങനെ 12 ഭാവങ്ങൾ. അങ്ങനെ 12 രാശിയിൽ നിങ്ങൾക്കും എവിടെയെങ്കിലും ഗ്രഹങ്ങൾ എവിടെയെങ്കിലും ഈ ലഗ്നം ഉണ്ടാവും. മേടം മുതൽ, ഇതാണ് മേടം, ഈ രാശി മുതലാണ് മേടം മുതൽ ഈ മുതലാണ് 12 രാശികൾ. അപ്പൊ ലഗ്നം ജനിച്ച സമയത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും രാശിയിൽ ഉണ്ടാവും. ആ രാശി ലഗ്നം എഴുതിയിരിക്കുന്ന സ്ഥലം മുതല്, അവിടെ മുതൽ ആ 1ാം ഭാവം ലഗ്നം മുതൽ 12 ഭാവം എണ്ണിക്കണം. 1, 2 എണ്ണി തുടങ്ങാം. എന്നിട്ട് അങ്ങനെ എണ്ണുമ്പോൾ ആ 12 ഭാവങ്ങളിൽ രവി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതാണ്. അടുത്ത ചന്ദ്രൻ 12 ഭാവങ്ങളിൽ ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ പൊതുവായ ഫലങ്ങളാണ് പറയാൻ നോക്കുന്നത്. അപ്പോൾ ആ വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.